ഗോകുൽ പത്തനംതിട്ടയിൽ നിന്ന് ഒപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, ഈ പത്തനംതിട്ടയുടെ പല ഭാഗങ്ങളും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് എന്ന് കൂടി കേൾക്കുന്നുണ്ട്, പറയൂ. രാവിലെ മുതൽ തന്നെ ഈ രീതിയിൽ വലിയ നാശനഷ്ടങ്ങൾ ജില്ലയുടെ പല ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ ഉണ്ടായത് റാന്നി, കോന്നി തുടങ്ങിയ മേഖലയിലായിരുന്നു. ഈ മേഖലയിൽ ഉച്ചവരെ മഴ മാറി നിന്നെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ശക്തമായിട്ടുള്ള മഴ ആരംഭിച്ചിരിക്കുകയാണ്. വെള്ളമൊന്ന് ഇറങ്ങി തുടങ്ങിയതായിരുന്നു, പക്ഷേ ഇപ്പോൾ വീണ്ടും മഴ തുടങ്ങിയത് നേരിയ ആശങ്കയ്ക്ക് വകവയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വനമേഖലയിൽ ഇപ്പോൾ വീണ്ടും ശക്തമായിട്ടുള്ള മഴ ആരംഭിച്ചതായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ജില്ലയിൽ 3 ഉരുൾപൊട്ടലുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചിറ്റാറിൽ 2 അതോടൊപ്പം തന്നെ കോന്നിയിലുമാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളതായിട്ട് ജില്ലാ ഭരണകൂടം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഒപ്പം പലയിടങ്ങളിലും മണ്ണിടിച്ചിലടക്കം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ നദികളിൽ പ്രത്യേകിച്ച് പമ്പ, അച്ചൻകോവിൽ, അതോടൊപ്പം തന്നെ കക്കാട്ടാറ്, കല്ലാറ് തുടങ്ങിയിട്ടുള്ള നദികളിൽ ജലനിരപ്പ് ക്രമാതീതമായിട്ട് ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നദികൾ പലയിടങ്ങളിലും കരകവിഞ്ഞൊഴുകുന്നുണ്ട്. അതാണ് പലയിടങ്ങളിലും വെള്ളക്കെട്ടിന് കാരണമായിരിക്കുന്നത്. പ്രധാനമായിട്ടും റാന്നി നഗരം, ടൗൺ പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുങ്ങിയ ഒരു സാഹചര്യമായിരുന്നു. അങ്ങോട്ടേക്ക് പൂർണ്ണമായിട്ടും ഗതാഗതം അടക്കം തടസ്സപ്പെട്ട് കിടക്കുകയാണ്. പൊതുഗതാഗതവും അല്ലാത്ത സാധാരണഗതിയിലുള്ള സ്വകാര്യ ഗതാഗതവും ഒക്കെ പൂർണ്ണമായിട്ടും നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് റാന്നിയിലടക്കം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വെള്ളം ചെറുതായിട്ടൊന്ന് ഇറങ്ങി തുടങ്ങിയതായിരുന്നു, പക്ഷേ മഴ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും ആ റാന്നി മേഖലയിൽ വെള്ളക്കെട്ടിൽ കുടുങ്ങിക്കിടന്നിരുന്ന ആളുകൾ പൂർണ്ണമായിട്ടും പുറത്തെത്തിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പോലീസിന്റെയും സ്കൂബ ടീമിന്റെയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെയും ഒക്കെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടന്നത്. കോന്നി അടവിയിൽ നിന്നും കുട്ടവഞ്ചി, വനം വകുപ്പിന്റെ കുട്ടവഞ്ചികൾ വരെ എത്തിച്ച് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഡിങ്കി ബോട്ടുകളും അതോടൊപ്പം തന്നെ മറ്റ് ബോട്ടുകളും ഒക്കെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുടുങ്ങിക്കിടന്ന മുഴുവൻ ആളുകളെയും പുറത്തെത്തിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ മാറ്റിയിരിക്കുകയാണ്. ജില്ലയിലെ എല്ലാ താലൂക്കുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതിനോടകം തന്നെ തുറക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ജില്ലയിലെ വിനോദസഞ്ചാരം പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുകയാണ്. ഗവി അടക്കമുള്ള മേഖലകളിലേക്കുള്ള യാത്രയും നിരോധിച്ചിരിക്കുകയാണ്. ആങ്ങമൂഴി വഴി ഗവിയിലേക്കുള്ള പാത പൂർണ്ണമായിട്ടും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ അടച്ചിട്ടിരിക്കുകയാണ്. അതേസമയം ശബരിമല തീർത്ഥാടനം നാളെ ആരംഭിക്കുകയാണ്. നാളെ നിറപുത്തരിക്ക് വേണ്ടി ശബരിമല ക്ഷേത്ര നട തുറക്കാനിരിക്കുകയാണ്. ആ ശബരിമല യാത്രയുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇതുവരെ നിരോധനങ്ങളോ നിയന്ത്രണങ്ങളോ ഏർപ്പെടുത്തിയിട്ടില്ല. യാത്രാ അനുമതി തുടരുമെന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആറന്മുളയിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായ സാഹചര്യത്തിൽ ആറന്മുള ക്ഷേത്രത്തിൽ ഈ പള്ളിയോടങ്ങൾ പമ്പയിൽ ഇറങ്ങുന്നതിന് ഇന്ന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും വള്ളത്തടക്കമുള്ള ചടങ്ങുകൾ വരും ദിവസങ്ങളിൽ ഏതു വിധത്തിലായിരിക്കും നടത്തുക എന്നുള്ള കാര്യം ഇനി അവർ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി PC വിഷ്ണുദാസ് അല്പസമയം മുമ്പ് റാന്നിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ജില്ലയിലെ മുഴുവൻ സാഹചര്യം സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളും ഏകോപനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അദ്ദേഹം ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പത്തനംതിട്ട ജില്ലാ കളക്ടർ, SP അടക്കമുള്ള അധികൃതരും വിവിധ MLA മാരും ഒപ്പം ഈ മന്ത്രി, ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയും അടക്കം ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനങ്ങൾക്കും അതോടൊപ്പം തന്നെ മറ്റ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ഒക്കെ ഏകോപനം നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ മഴ വീണ്ടും തുടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ മലയോര മേഖലയിൽ ചെറിയ ആശങ്ക ഉണ്ടായിട്ടുണ്ട്. ഒപ്പം നദീതീരങ്ങളിൽ താമസിക്കുന്നവർക്കും മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്കുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാറി താമസിക്കണമെന്ന സാഹചര്യമുള്ളവർ അടിയന്തരമായി തന്നെ മാറി മറ്റ് സുരക്ഷിതമായിട്ടുള്ള കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. നദീതീരങ്ങളിൽ താമസിക്കുന്നവരും ആ ജാഗ്രത പുലർത്തണം. പ്രത്യേകിച്ച് നദിയിൽ ഇറങ്ങുവാനൊന്നും തന്നെ പാടില്ല എന്ന് കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ നദികളും തന്നെ കരകവിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ മൂഴിയാർ റിസർവോയറിന്റെ ഒരു ഷട്ടർ തുറന്നിട്ടുണ്ട്. 10 സെന്റിമീറ്ററാണ് 2ാം നമ്പർ ഷട്ടർ തുറന്നിരിക്കുന്നത്. മറ്റ് ഡാമുകളിൽ ഷട്ടർ തുറക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ജില്ലയിൽ എത്തിയിട്ടില്ല. എങ്കിൽ പോലും ജലനിരപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ് നദികളിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ബാക്കി സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്, ഏകോപിപ്പിച്ചുകൊണ്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് മന്ത്രി അടക്കമുള്ള അധികൃതർ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, പത്തനംതിട്ടയിൽ ഇപ്പോഴും പെരുമഴയാണ്, പലയിടങ്ങളും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്, ആശങ്കയുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ.